ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ഒരുപക്ഷെ 10 CBSEയിൽ പഠിക്കുന്ന മക്കളോട് ഏറ്റവും അവസാനമായിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടായിരിക്കുക. മറ്റൊന്നുമല്ല, ഈ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളെല്ലാം +1ലേക്കും +2ലേക്കും കയറുന്ന സമയത്ത് ഞാൻ എന്തായാലും അവിടെ സയൻസിലും കൊമേഴ്സിലും ഒന്നും ക്ലാസ് എടുക്കാൻ വേണ്ടി ഉണ്ടായിരിക്കില്ല. നമ്മളെല്ലാം SSTയുടെ ഭാഗമായിട്ട് ഈ ഒരു വർഷം മക്കളോട് എല്ലാവരോടും ഒരു ബൈ പറയുകയാണ്. പക്ഷേ ഈ ഒരു ബൈക്ക് മുമ്പായിട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മക്കളോട് സംസാരിക്കണം എന്ന ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്താണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ആസ് എ സോഷ്യൽ സയൻസ് ടീച്ചർ എന്ന നിലയിൽ തന്നെയാണ്. മക്കളെ, നിങ്ങൾ 10th കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ടുകൾ വരുന്ന സമയമുണ്ടായിരിക്കും. നമ്മുടെ ഫുൾ A1 പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരുപാട് മക്കൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അതിൽ പല കാറ്റഗറി ഓഫ് മാർക്കുകൾ മക്കൾക്ക് വരാറുണ്ട്. ഈ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ എടുക്കുന്ന സബ്ജക്റ്റുകൾ, നമ്മളെടുക്കുന്ന സ്ട്രീമുകൾ സെലക്ട് ചെയ്യാറുള്ളത്. അത് A1 കിട്ടിയ മക്കളുണ്ടോ, അവർക്ക് എന്തായാലും സയൻസ് തന്നെയാണ്. അതേസമയം A1 നിന്ന് മാർക്കുകൾ കുറയുന്നതിനനുസരിച്ചിട്ട് കൊമേഴ്സിലേക്കും, മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്കും കയറി പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ സൊസൈറ്റിയിൽ മൊത്തമായിട്ട് നമ്മൾ കാണാറുള്ളത്. പക്ഷേ എൻ്റെ മക്കൾ അങ്ങനെ ദയവ് ചെയ്തിട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, ഫുൾ A1 കിട്ടി എന്നത് സയൻസ് മാത്രമേ എടുക്കാവൂ എന്നതിനുള്ള ഒരു തീരുമാനമല്ല. അതേസമയം A1കളുടെ എണ്ണം കുറഞ്ഞു എന്നത് സയൻസ് ഞാൻ എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തീരുമാനവുമല്ല എന്ന കാര്യം മക്കൾ കൃത്യമായിട്ട് ഒരു ബോധ്യമുണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനെ മനസ്സിലാക്കി, നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ മനസ്സിലാക്കി, നിങ്ങൾക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഏരിയയിലേക്കായിരിക്കണം നിങ്ങളുടെ കരിയറിനെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് 10th കഴിഞ്ഞിട്ട് അവിടുന്നാണ് നമ്മുടെ കരിയറിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തേക്കണം. ആ സമയത്ത് നിങ്ങളുടെ പാരൻസിൻ്റെ കൺസേണും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങിയിരിക്കണം. അല്ല നിങ്ങൾ മാത്രം വാശി പിടിച്ചിട്ട് ഞാൻ ഇന്ന സ്ട്രീമിലേക്ക് മാത്രമേ പോകൂ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ആ ഒരു കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്ട്രീമിലേക്ക് പോകുന്നു എന്നുള്ളത് പാരൻസിനെ കൂടെ കൺവിൻസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് പോകേണ്ടത്. കൂടാതെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. മക്കളെ, നിങ്ങളുടെ മാർക്കുകൾ മാത്രമല്ല നിങ്ങളാക്കി മാറ്റുന്നത്. ഏറ്റവും നല്ലൊരു മനുഷ്യനാവാൻ മക്കൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. മണ്ണിനെ അറിയുന്ന, മനുഷ്യനെ അറിയുന്ന, മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെ മനസ്സിലാക്കുന്ന മക്കളായിട്ട് നിങ്ങൾ വളർന്നു വരണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഭാവിയിൽ ഒരു ഡോക്ടറായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ ഏതാണ്, അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്, അവരുടെ മെൻ്റൽ സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന നല്ല ഡോക്ടറായിട്ട് മാറുകയുള്ളൂ. അല്ലായെങ്കിൽ നമ്മൾ പാരാസെറ്റാമോൾ എഴുതുന്ന ഡോക്ടറായിട്ട് മാത്രം നമ്മൾ മാറും. ഒരു ടീച്ചറായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീച്ചറിൻ്റെ മുമ്പിലിരിക്കുന്ന 60 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ 60 പേരും 60 കാറ്റഗറിയിൽ നിന്ന് വരുന്ന, 60 സിറ്റുവേഷനിൽ നിന്ന് വരുന്ന, 60 അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന മക്കളാണ് എന്നും അവരുടെ ഒരു കപ്പാസിറ്റി 60 രീതിയിലായിരിക്കുമെന്നുള്ള മനസ്സിലാക്കുന്ന ഒരു ടീച്ചറായിട്ട് അപ്പോഴേ നിങ്ങൾ മാറുകയുള്ളൂ. സോ അതുകൊണ്ട് നല്ല മക്കളായിട്ട് മക്കൾ വളരുക. ഒരിക്കലും മാർക്കുകൾക്ക് അപ്പുറമായിട്ട് നല്ല മനുഷ്യന്മാരായിട്ട് മക്കൾ വളരുക. നമുക്ക് ഇനിയും വീണ്ടും കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടാറ്റ, ബൈ.